ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നർ വോയിസിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇന്നലെ ഒരു ചോദ്യം കമൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നർ വോയിസിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ആദ്യം ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സിക്സ്ത് സെൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ സോളിൻ്റെ വോയിസ്. ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ വോയിസ് ആണ് നമ്മളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കമ്പാനിയൻ ആൻഡ് നമ്മളെ കറക്റ്റായ രീതിയിൽ നമ്മളുടെ പാത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ മൈൻഡിനെ കാമാക്കണം. കാരണം മൈൻഡിനെ കാമാക്കണം എന്ന് പറയുന്നതിന് മൈൻഡ് എപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങളെ, അതാണ് സത്യമെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് 3D ആണ്. ഫിയർ ബേസ്ഡ് എനർജിയിൽ നിർത്താനായിട്ട് ശ്രമിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ആലോചിക്കാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ലോജിക്കലായിട്ട് ആലോചിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ആവുമോ, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഇതൊരു ഫിയർ ബേസ്ഡ് എനർജിയാണ്. ആൻഡ് ഇൻസെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും 3D ഓറിയൻറ്റഡ് ആയിട്ട് ലോജിക്കലായിട്ട് ആലോചിക്കാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണക്റ്റായിട്ട് മൈൻഡിലേക്ക് വരുന്ന ആ ഒരു ഇൻഫർമേഷനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ കാമാക്കിയാൽ നമ്മളുടെ ഉള്ളിൽ നിന്നും ഇനിയൊരു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഈ സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്ന എല്ലാവർക്കും ഈ ഒരു ഗട്ട് ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിനെ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇത് നമുക്ക് മൈൻഡാണോ സജഷൻ തരുന്നതെന്നൊരു പേടി കാണും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് തരുന്ന അഡ്വൈസസ് എപ്പോഴും നമ്മളെ കംഫർട്ട് സോണിൽ ഇരുത്താനുള്ളതായിരിക്കാം. ഓക്കെ, അതായത് ഒരു ഫിയർ ബേസ്ഡ് എനർജിയിൽ കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ള കാര്യങ്ങളായിരിക്കും, അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കോഡിപ്പെൻഡൻസിയിൽ നിർത്താനുള്ള കാര്യങ്ങളായിരിക്കും, നമ്മളുടെ ഒരു എക്സിസ്റ്റൻസിന്, അതായത് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് ആലോചിക്കുന്ന പോലെ ബേസിക് ആയിട്ടുള്ള ലിമിറ്റഡ് ബിലീഫ്സിലേക്ക് നോക്കാനായിട്ടായിരിക്കും നമ്മളുടെ മൈൻഡ് എപ്പോഴും നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നതും. എന്നാൽ നമ്മുടെ ഇന്നർ വോയിസ് എപ്പോഴും നമ്മളെ ദ മോസ്റ്റ് അൺകംഫർട്ടഡ് ഡിസിഷൻസ് ആയിരിക്കും കാണിച്ചു തരുന്നത്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിച്ചു തരുന്നത്. അത് നമ്മളുടെ ലൈഫ് പാത്തിന് അനുയോജ്യമായിരിക്കും, റൈറ്റ് പാത്തുമായിരിക്കും. അപ്പോൾ ഇവിടെ എഗെയിൻ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇന്നർ വോയിസ് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഡ്രീംസിലൂടെ ഒക്കെ കാണിച്ചു തരുമ്പോൾ ഒക്കെയും എഗെയിൻ ഇവിടെ മൈൻഡിൻ്റെ ഒരു മാനിപ്പുലേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഈ കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം ഇതാണ് റൈറ്റ് വേ എങ്കിലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടും കാര്യങ്ങളെ എടുക്കാത്തത് കൊണ്ടുമാണ് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺസ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ആവുന്നതും. ഇന്നർ വോയിസ് ആണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗൈഡ് ലൈൻസ് തന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ആ ഒരു ഗൈഡൻസ് വരുമ്പോൾ നമുക്കൊരു ഗട്ട് ഫീലിംഗ് കാണും, ഇതാണ് എനിക്ക് വേണ്ടത്. സംവെയർ അറൗണ്ട് നമുക്ക് ആ ഒരു അഷ്വറൻസ് നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും അല്ലല്ല എനിക്ക് വേണ്ടത് അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അതാണ് എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പിന്നെയും നമുക്കൊരു റീഅഷ്വറൻസ് വേണമെങ്കിൽ, ഒരു ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ വന്നു, സ്റ്റിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇരിക്കുക. ഇരുന്നിട്ട് ആ 2-3 പ്രാവശ്യം അങ്ങനെ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ക്വസ്റ്റ്യന് തന്ന ആൻസർ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഉള്ളിൽ നിന്നും വന്ന ശബ്ദം എനിക്ക് കറക്റ്റായിട്ട് ഉള്ള കാര്യമാണോ എന്ന് കാണിച്ചു തരിക എന്ന്
പറയുക. അത് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ നമ്മളുടെ ഹയർ സെൽഫിനോടാണ് ശരിക്കും ചെയ്യുന്നത്, നമ്മുടെ സോൾ ലെവലിലേക്കാണ്. അപ്പോൾ യൂണിവേഴ്സായിട്ട് ഇതിനുള്ള ആൻസർ മേ ബി നമ്മളുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആയിട്ട് ആരെങ്കിലും സംഭാഷണത്തിൽ വരുമ്പോൾ, അതായത് ഒരു കൺവെർസേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഡ്രീമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കും. പിന്നെ നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മൾക്കായിട്ട് ഇച്ചിരി സമയം കൊടുക്കണം. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെയും ഈ 3D ലൈഫിൽ ബിസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ സമയം കൊടുക്കാതെ വരുമ്പോൾ നമുക്കൊരു റെസ്റ്റ്ലെസ്നെസ് വരും. സ്പെഷ്യലി സ്പിരിച്വലി അവേക്കണിങ്ങിലേക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ, ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ, അവർ എത്ര ഇന്നർ വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴും പെട്ടെന്ന് എന്തോ ഒരു അൺഈസിനെസ് ഒക്കെ തോന്നും പലപ്പോഴും, വളരെ ബിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ. അവിടെ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക, വെറുതെ ഒരു പേപ്പറും പേനയും പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇരിക്കുക. അപ്പോൾ നമ്മളൊക്കെയും കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന സമയം വെറുതെ കളയരുതെന്നാ അല്ലേ? അപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും വിചാരിക്കുമായിരുന്നു ഇത്രയും സമയം ഞാൻ വെറുതെ കളയുന്നു. പക്ഷെ അങ്ങനെയല്ല. ആ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളുടെ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. വെറുതെ എഴുതുക, എന്താണ് നമ്മുടെ ആ ഒരു തോട്ട് വരുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വരുന്ന പല ഗൈഡൻസും നമ്മളുടെ ഈ ഒരു ജേർണിയിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡൻസുകളായിരിക്കും. അടുത്തതായിട്ട് എല്ലായ്പ്പോഴും സോൾ ലെവലിൽ കണക്റ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ്? നമുക്കൊരു ട്രിഗർ വരുമ്പോൾ, നമുക്കൊരു പെയിൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു ആത്മാവാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് പറയും അല്ല, ശരീരമാണ്, ശരീരത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഇരിക്കുന്നത് ആത്മാവാണ്. ആൻഡ് ഈ ഒരു ആത്മാവിൻ്റെ ജേർണിയാണ് ശരീരത്തിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് സ്വയം എല്ലായ്പ്പോഴും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരും. നമുക്ക് സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നർ വോയിസിനെ പെട്ടെന്ന് കേൾക്കാനും തിരിച്ചറിയാനും ഫിയർലെസ് ആയിട്ട് ആക്ഷൻ എടുക്കാനും പറ്റും. അടുത്തതായിട്ട് ജേർണലിംഗ് ഇതിന്, അതായത് നമ്മുടെ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാനും അത് ഇന്നർ വോയിസ് ആണെന്നും മനസ്സിലാക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഡേ ടു ഡേ ജേർണലിംഗ്. പിന്നെ നമ്മളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡൻസ് വേണം, എന്തെങ്കിലും അറിയണം. കാരണം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ഡൗട്ട്സ് വരും. ഈ ജേർണിയെക്കുറിച്ച് ഒത്തിരി ഡൗട്ട്സ് കാണും. നമ്മൾ അതുവരെ കാണാത്ത ഒരു പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. ആ ഒരു ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണത്. അപ്പോൾ തേർഡ് ഐ ചക്ര നിങ്ങളിനി എത്ര ഹീൽഡ് ആണോ അൺഹീൽഡ് ആണോ അതൊക്കെ മാറ്റി വെക്കൂ. കാരണം നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് ഒരു സോൾ വന്നു എന്ന് പറഞ്ഞാൽ അവരൊരു ഓൾഡ് സോളാണ്, തീർച്ചയായിട്ടും ഒരു ചൂസൺ വൺ ആയിരിക്കും. അപ്പോൾ തേർഡ് ഐ ചക്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെഡിറ്റേഷനിലിരുന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആ ചോദ്യം ചോദിക്കുക. എഗെയിൻ ഈ പറഞ്ഞ പോലെ ആൻസർ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വന്നിരിക്കും. അപ്പോൾ ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കഴിവാണ് ഇവിടെ വേണ്ടത്. ഡീകോഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? മേ ബി ഒരു ഡ്രീം ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് എഴുതുക പിന്നെയും വെറുതെ ഇരുന്നിട്ട്. അപ്പോൾ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരും. പിന്നെയും തേർഡ് ഐ ചക്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡൗട്ടിനെ കുറിച്ച് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ഹീലിംഗ് വർക്ക് നടത്തിക്കൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്വയം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാൻ ആയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.